Hi guys, welcome back to my channel. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വിഷു ആശംസകൾ പറയുകയാണ്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ്. ചെറുപരിപ്പ് പായസമാണ്. നമ്മൾ ചെറുപരിപ്പ് പ്രഥമനുണ്ട്, പക്ഷെ ഇത് നമ്മൾ സാധാരണ പാലിൽ ചെയ്തെടുക്കുന്ന പായസമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറുപരിപ്പ് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറുപരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ്, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നല്ല ഫ്ലേവർ വരും. നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സോ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ചെറിയ പാനിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ലൊരു മണം, നല്ല റോസ്റ്റായിട്ട് നല്ലൊരു മണം വരുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, ഒരു 2-3 വിസിൽ വരുന്നവരെ. അതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മൾ സാധാരണ പ്രഥമനൊക്കെയാണ് ചെറുപരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുന്ന മാതിരിയുള്ള പായസമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം, എന്നാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. ഓക്കെ, ചെറുപരിപ്പ് നല്ല ഹെൽത്തിയാണ്. പഞ്ചസാര അറിയാമല്ലോ, അത് പായസം ആ കൂട്ടത്തിൽ മധുരമില്ലാതെ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ. റോസ്റ്റായിട്ട് വന്ന ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഒരു 2-3 മിനിറ്റ്. അതിനുശേഷം കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചെറുപരിപ്പ് തൊലി ഉള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ഇല്ലാത്തത് എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ തൊലി ഉള്ളതാണ് ഉണ്ടായിരുന്നത്. ഇത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പിന്നെന്താ, അരക്കപ്പാണ് കേട്ടോ ഞാൻ ചെറുപരിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കുക്കർ ഒന്ന് വിസിലൊക്കെ വന്ന ശേഷം നന്നായിട്ട് വെന്ത ശേഷം പ്രഷറൊക്കെ പോയി കുക്കർ തുറന്ന ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം കുക്കർ വിസിലൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിതവിടെ പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ പാക്കറ്റിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്താണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പാൽ ആദ്യം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ തുറന്നിട്ട് പരിപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ അപ്പോഴേക്കും ഒന്ന് കുക്കർ തുറന്നിട്ട് നമ്മുടെ ചെറുപരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി പാലിൻ്റെ ഒപ്പം ചേർന്ന് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും, ഇതിൻ്റെ പാകം കറക്റ്റാവും. സോ നമുക്ക് എന്തായാലും പാല് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്ക് ചെറുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് നന്നായിട്ട് തിളച്ചിട പൊങ്ങി വരണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ചെറുപരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് നമുക്ക് ആ ഒരു പായസത്തിൻ്റെ പരുവായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ എത്ര വേണമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസമാണ്. നമ്മൾ സാധാരണ സേമിയ പായസം, പാൽപ്പായസം ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചെറുപരിപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഥമനാണ് മെയിൻലി. അപ്പം ഇത് തേങ്ങാപ്പാലൊന്നും എടുത്ത് മെനക്കെടണ്ട, നമ്മൾ സാധാരണ പാലിൽ തന്നെ ചെയ്യാം. ഞാനിതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ആ ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റ് വരും, ആ ഒരു വൈറ്റ് കളർന്നുള്ളതും മാറും. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം.
അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പം ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പതുക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുറുക്കിയെടുക്കാം. ഇതിനെപ്പോലെയും അടിച്ചുകളാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്കിട്ട് എളുപ്പപ്പണി നോക്കാം കേട്ടോ. അതൊന്ന് കുറുകി നന്നായിട്ടൊന്ന് വരട്ടെ. ഒരു 10 മിനിറ്റ് ആവും. അതിനുശേഷം കാണിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഇപ്പം നമുക്ക് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ പാലിൻ്റെ കളറില്ലേ, ആ പരിപ്പിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ ഇപ്പുറത്തെ മറ്റേ ബ്രെഡ് ഗ്യാസില്ലേ, അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. വേണ്ട, ഇപ്പുറത്തെ ഗ്യാസിൽ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പായസം ആവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് നെയ്യിൽ കാഷ്യൂനട്ടോടുകൂടെ വറുത്ത് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ല, കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ. സോ ഞാൻ കാഷ്യൂനട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. സോ നമ്മുടെ പായസം ഒരു 5 മിനിറ്റ് കൂടെ ഇന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയിൽ നിന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആവും. അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ പായസം വീണ്ടും ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും, നോക്കാം. നമുക്ക് പോരെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നോക്കൂ പഞ്ചസാര മതിയോ എന്നുള്ളത്. അപ്പം ഇനി പഞ്ചസാരയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മതിയാവുന്ന തോന്നണം. ഇനി ഒരുപാടാവണ്ട എന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ആ പഞ്ചസാര ഒന്ന് അലിയുന്നവരെ. അത് കഴിഞ്ഞാൽ നമുക്ക് പായസം സെർവ് ചെയ്യാം. കാഷ്യൂനട്ട് ഇവിടെ വറുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പായസം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അലിഞ്ഞു. പഞ്ചസാരയൊക്കെ എനിക്ക് കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷെ പായസം പറയുമ്പോൾ കുറച്ച് മധുരം വേണ്ടിയെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താണ്. ഞാനിവിടെ കാഷ്യൂനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യോടുകൂടി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ആ വറുത്ത് വെച്ചതിൽ. കളർ കറക്റ്റായിട്ട് വരും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക, കഴിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ സെർവ് ചെയ്ത ശേഷം കാണിച്ചു തരാം. സോ ഞാൻ പായസം സെർവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ്. നമ്മൾ ഇതിനു മുമ്പും നിറയെ വിഷു റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാടിൻ്റെ വിഷുക്കഞ്ഞി ആയാലും വിഷുക്കട്ടയായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ മിക്ക സദ്യ റെസിപ്പീസും അതേമാതിരി പായസം ഒക്കെ മെയിൻ ആയിട്ടുള്ള എല്ലാ പായസങ്ങളും ഇട്ടിട്ടുണ്ട്. ഈ ബാക്കിയുള്ളതെല്ലാം വഴിയെ ഇടാം. ഓക്കെ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു ആശംസകൾ പറയുകയാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.